ഇന്ത്യയും പാകിസ്ഥാനും കാശ്മീരിന് സമ്പൂർണ്ണ സ്വയംഭരണാവകാശം നൽകാൻ തയ്യാറാകണമെന്ന ആവശ്യവുമായി നാഷണൽ കോൺഫറൻസ്. ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ അത് മാത്രമാണ് മാർഗമെന്ന് നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. ഫാറൂഖ് അബ്ദുള്ളയുടെ നിർദ്ദേശം തള്ളി സർക്കാർ സംസ്ഥാനത്ത് ഭീകരവാദ പ്രവർത്തനം അടിച്ചമർത്തുമെന്ന് വ്യക്തമാക്കി. ജമ്മു കാശ്മീർ പോലീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിരമിച്ച പോലീസ് മേധാവി ഷഫാത്ത് അലിക്ക് പാർട്ടി അംഗത്വം നടക്കുന്ന ചടങ്ങിലാണ് കാശ്മീരിന്റെ സ്വയംഭരണാവകാശത്തിനായുള്ള വാദം നാഷണൽ കോൺഫറൻസ് ശക്തമാക്കിയത്. ഇന്ത്യയും പാകിസ്ഥാനും ഇരു രാജ്യങ്ങളുടെയും അധീനതയിലുള്ള കാശ്മീരിന് സമ്പൂർണ്ണ സ്വയംഭരണം നൽകണമെന്ന് ഫാറൂഖ് അബ്ദുള്ള നിർദ്ദേശിച്ചു. പുൽവാമ ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീർ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ പുനരാരംഭിക്കുകയും കാശ്മീരിന്റെ സമ്പൂർണ്ണ സ്വയംഭരണം അംഗീകരിക്കുകയും മാത്രമാണ് ഇനി പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്നും 3 തവണ കാശ്മീർ മുഖ്യമന്ത്രിയായ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് നിന്ന് ഭീകരവാദ സംഘങ്ങളെ അമർച്ച ചെയ്യുന്ന നടപടികൾക്ക് ഒരു ഇളവുമില്ലെന്ന് ജമ്മു കാശ്മീർ ഗവർണറുടെ ഉപദേശകൻ വിജയകുമാർ മാധ്യമങ്ങളെ അറിയിച്ചു. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ധൈര്യമായി ജനങ്ങൾക്ക് ബൂത്തിലെത്താൻ സാധിക്കുന്ന സാഹചര്യമൊരുക്കാനാണ് സർക്കാർ ശ്രമം. കഴിഞ്ഞ ദിവസം ജമ്മുവിലുണ്ടായതിന് സമാനമായ സംഭവങ്ങൾ തടയാൻ തിരച്ചിൽ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിനും യാസിൻ മാലിക്കിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും വിഘടനവാദ സംഘടനകൾ ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടികൾ കാശ്മീരിലെ ജനജീവിതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ശ്രീനഗറിലെ 6 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കൂടി സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 24 ഡൽഹി.